ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഒരു സിമ്പിൾ പർദ്ദ എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ചെയ്യുന്നതെന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് 3 മീറ്റർ ക്ലോത്താണ് പർദ്ദയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. മീറ്ററിന് 170 രൂപയുടെ ക്ലോത്താണിത്. ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മൾ സാധാരണ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കുന്ന പോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് തൊട്ട് താഴെ വരെയുള്ള ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ ലെങ്ത്ത് വരുന്നത് 54 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 55.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതൊരു പഴയ പർദ്ദയിൽ നമുക്ക് ഷോൾഡർ അളവെടുക്കണം. ജസ്റ്റ് ഞാൻ ചോക്കോണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ചോക്കോണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ആം ഹോളാണ് താഴോട്ടേക്ക് വരുന്നത്. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത ഈ ഒരു വശത്ത് നിന്ന് നേരെ ഇപ്പുറത്തെ ഈ വശം വരെ നീളത്തിനാണ് നമ്മൾ ഷോൾഡർ അളവെടുക്കുന്നത്. 15 ഇഞ്ചാണ് എനിക്കിവിടെ ഷോൾഡർ ലെങ്ത്ത് വരുന്നത്. 15 ഇഞ്ച് ഷോൾഡർ. ഈ 15 ഇഞ്ച് പകുതിയാക്കിയിട്ട് അതിൻ്റെ കൂടെ തുന്നൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് നെക്കിൻ്റെ അകലവും ഒന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് നെക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് 6 ഇഞ്ചാണ് വരുന്നത്. ഇതും പകുതിയാക്കിയിട്ടാണ് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് 15 ഇഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് അതിൻ്റെ കൂടെ തുന്നൽ തുമ്പ് അര ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നെക്കും നമുക്ക് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. നെക്ക് നമ്മളിപ്പം കട്ട് ചെയ്യില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. അപ്പോൾ ഈ മേലെ ഷോൾഡർ തൊട്ടിട്ട് ആം ഹോളിൻ്റെ ഈ പോയിൻ്റ് വരെ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു ലൈൻ ഇങ്ങോട്ട് കൊടുത്താൽ മതി. നമുക്ക് 8 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 8 ഇഞ്ചിനോട് കൂടെ അര ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി ചെസ്റ്റ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൈക്കുഴീൻ്റെ ഈ തൊട്ട് താഴെ തൊട്ട് ഈ കൈക്കുഴീൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഭാഗമാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഈ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 21 ഇഞ്ചാണ് എനിക്കിവിടെ അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 10.5 ഇഞ്ച് അതിനോട് കൂടെ 2 തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 12.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കേർവ് ചെയ്ത് വരയണം. അതിനു വേണ്ടി ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഒന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കൊന്ന് കേർവ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് ചെസ്റ്റ് നമ്മൾ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിനേക്കാളും 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്താൽ മതി ഷേപ്പ്. ഇനി നമുക്ക് പർദ്ദൻ്റെ ബോട്ടം സൈഡിലുള്ള വീതി മാർക്ക് ചെയ്തിട്ട് ഈ ലൈന് നമുക്ക് അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ബോട്ടം ഭാഗത്ത് ഞാൻ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു നോർമൽ അളവാണിത്. ഈ സൈഡ് നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചൊന്ന് മേലോട്ട് മാർക്ക് ചെയ്ത്
ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. സൈഡ് തൂങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ച പോയിൻ്റൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടിവശം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ 1 ഇഞ്ച് ഒന്ന് മേലോട്ട് കയറ്റി വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ ഫുള്ളായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇതിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് കട്ട് ചെയ്യുക, ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ നെക്ക് കട്ട് ചെയ്തിരുന്നില്ല, നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനി മാറ്റി വെക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പർദ്ദൻ്റെ ബോഡി കട്ട് ചെയ്തതിൻ്റെ സൈഡിലുള്ള ഭാഗത്താണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെങ്ത്താണ് നോക്കേണ്ടത്. ലെങ്ത്ത് എനിക്കിവിടെ 22 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് ഇവിടെ കിട്ടില്ല. നമുക്ക് എന്തായിട്ടും പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. കൈക്കുഴീൻ്റെ ഈ വശത്തെ വണ്ണം നമുക്ക് 8.5 ഇഞ്ചാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേൽഭാഗം ഇവിടെ 7 ഇഞ്ച്. അത് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തുന്നൽ തുമ്പ് 2ആണ് വിട്ടത്. അപ്പോൾ 8.5 ഇഞ്ചിൻ്റെ കൂടെ 2 തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 7നോട് കൂടെ 2 തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 9 മാർക്ക് ചെയ്യാം. സ്ലീവ് നമ്മൾ ബെൽ സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ അടിവശത്തുള്ള വീതി ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. 12 ഇഞ്ച് അത്യാവശ്യം ലൂസായ ഒരു സ്ലീവ് തന്നെയാണ്. അത് ഒരു നോർമൽ അളവാണ്. കൈക്കുഴീൻ്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത്തിൽ ഇതിൽ ബാക്കിയുള്ള പീസ് നമുക്ക് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ 17 ഇഞ്ചേ ഉള്ളൂ ലെങ്ത്ത് ഉള്ളത്. നമുക്ക് 17 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് കൂടെ നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനോട് കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇവിടെ കൈക്കുഴി ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ 3 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് കേവ് ചെയ്ത് സ്ലീവ് വരയണം. നമ്മൾ മാർക്ക് ചെയ്ത ഈ 3 ഇഞ്ച് പോയിന്റിൽ നിന്നും ഇങ്ങനെ കേവ് ചെയ്ത് വരഞ്ഞിട്ട് ബാക്കിയുള്ള പോയിൻറ്റ്സ് നമുക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ബാക്കിയുള്ള 5 ഇഞ്ച് ലെങ്ത്ത് കൂടെ ആഡ് ചെയ്യാണ്ട്. അതിനു വേണ്ടി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ക്ലോത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചത് 6 ഇഞ്ച് കഴിഞ്ഞു നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് നമുക്ക് 5.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വി ഷേപ്പിൽ ഒരു ഓപ്പൺ വരുന്നുണ്ട്. ഈ പ്രസ് ബട്ടൺ വെച്ച ഏരിയയിൽ ഒരു വി ഷേപ്പ് ഓപ്പൺ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കണം. അതിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 8 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു ക്യാൻവാസ് എടുത്തു. എന്നിട്ട് അത് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് അതേപോലെ ഇതിൽ മാർക്ക് ചെയ്യണം. തുന്നൽ തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 5.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം ഞാൻ 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട്
6 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കേവ് ചെയ്ത് ഇതേപോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വരച്ച ലൈന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ താഴെ ഭാഗം നെക്കിൻ്റെ താഴെ വരുന്ന ഓപ്പൺ നമുക്ക് 2.5 ഇഞ്ചായിരുന്നു. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്തത് നീളത്തിൽ അതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ അളവിലുള്ള ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ട് ആ പീസിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ക്യാൻവാസിൻ്റെ ഒരു വശം നല്ല ഗ്ലേസിങ് ഉള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്ലേസിങ് ഉള്ള ഭാഗമാണ് നമ്മൾ ക്ലോത്തിനോട് കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്യേണ്ടത്. എന്നാലേ ഉള്ളൂ ക്ലോത്തിൽ നന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ 3 വശവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഈ ബ്ലാക്ക് പീസിൻ്റെ 3 വശവും നമുക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പർദ്ദയിൽ വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. പർദ്ദയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അത് രണ്ടും നമുക്ക് ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കാം. ക്ലോത്ത് നീങ്ങിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് നീളത്തിലിട്ട് കൊടുക്കാം. ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുമല്ലോ. നമുക്ക് ഇതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസിൻ്റെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലുള്ള ഈ ബ്ലാക്ക് പീസ് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് താഴെയുള്ള ഈ വശം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് കുടുങ്ങാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കാം. ഓക്കെ, നെക്കിൻ്റെ ആ പോയിൻ്റൊക്കെ ഒന്ന് എന്തെങ്കിലും ഷാർപ്പായ വസ്തു ഉപയോഗിച്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പം ഞാനിതിവിടെ ഉൾവശത്തേക്ക് മറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ഇതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിനോടുകൂടി ഇതിൻ്റെ ബാക്ക് പീസ് ജോയിൻ ചെയ്തെടുക്കണം. നമ്മളിവിടെ ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യുന്നില്ല. ഇത് അതേപോലെ തന്നെ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 ഷോൾഡറും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഷോൾഡർ 2 വശവും ജോയിൻ ചെയ്തെടുത്തു. ദെൻ നമുക്ക് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ വീതി ഒന്ന് നോക്കാം. 15 ഇഞ്ചാണ് ബാക്കിലെ നെക്കിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാക്ക് ക്ലോത്തിൽ അതേ അളവുള്ള ഒരു ബ്ലാക്ക് ക്ലോത്തിൽ അത് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പീസ് പർദ്ദയുടെ ഉൾവശത്ത് ഫ്രണ്ട് പീസിനോട് കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഷോൾഡർ തൊട്ട് മറ്റേ ഷോൾഡർ വരെ നമുക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ ബാക്ക് വശത്തേക്ക് മറച്ച് വെച്ചിട്ട് നെക്കിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഈ ഒരു വശത്ത് കൂടെ. അതിന് ശേഷം ഈ ഒരു ഭാഗവും നമുക്ക് അതേപോലെ ജസ്റ്റ് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്കാക്കി മടക്കി വെച്ചിട്ട് നമുക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് മുമ്പ് ഇത് പുറത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഇതിനോട് കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം.
ഈ സെൻറ്റർ ഇനി നമ്മൾ മാർക്ക് ചെയ്തത് ഇതിൻ്റെ സെൻറ്ററോട് കൂടി ഈ ഷോൾഡറിനോട് കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് വശത്തേക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു അര ഇഞ്ച് തുന്നൽ തുമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും അവിടുന്ന് തിരിച്ച് പിന്നെ ഈ ഒരു വശത്തേക്കും ഇങ്ങനെ രണ്ട് വശത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ 2 ഇഞ്ചാണ് തുന്നൽ തുമ്പ് വിട്ടിട്ടത്. അപ്പോൾ 2 ഇഞ്ച് സ്ലീവ് തൊട്ട് താഴെ വരെ നീളത്തിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് താഴ്വശം കൂടെ മടക്കി അടിച്ചാൽ പർദ്ദൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അതിനുവേണ്ടി നമുക്ക് അര ഇഞ്ച് വീതിയിൽ 2 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴ്വശം കൂടെ ഞാൻ മടക്കി അടിച്ചു. നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഉള്ളിൽ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ 2 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൽ ഈ ഓപ്പൺ ഭാഗത്ത് നമുക്കൊരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ പർദ്ദ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.